മിനിസ്റ്റർ പി രാജീവ് കൂടി നമുക്കൊപ്പം ചേരുന്നു. മിനിസ്റ്റർ പി രാജീവ്, KPCC പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അംഗം കണ്ടിട്ടുണ്ടാവും. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പിണറായി വിജയൻ എന്ന രക്തദാഹിയെ കോൺഗ്രസ് നേരത്തെ വിട്ടുകളഞ്ഞതാണ്. നവകേരള സദസ്സിനുള്ള മറുപടി നാളെ DGP ഓഫീസ് മാർച്ചിൽ കാണാമെന്നാണ്. എന്താണ് KPCC പ്രസിഡന്റിന്റെ ആലോചന? എന്താണ് അദ്ദേഹം ഈ വാചകങ്ങളിലൂടെ കേരളത്തോട് പറയുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവര് രണ്ടുപേരും യഥാർത്ഥത്തിൽ ഒരു ഭീകര സംഘ നേതാക്കന്മാരെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വന്ന് എല്ലാവരും കാണുകയാണ് പ്രസംഗിച്ചത്. കടലാസിൻ്റെ കഷ്ണം പോലും കയ്യിൽ കരുതരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മാറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ എന്ത് കരുതണം എന്ന് തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവാണെന്ന് വ്യക്തമായി. അപ്പോൾ ഇരുമ്പ് വടിയും മറ്റായുധങ്ങളും അവരുടെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ഇന്നലെ മുളക് പൊടി, അതുപോലെ തന്നെ ഇരുമ്പ് ഗോട്ടി, ഇതാണ് കയ്യിൽ കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ ബോധപൂർവം കലാപം സൃഷ്ടിക്കുക, ഇത് കാണുമ്പോൾ വല്ലാത്തൊരു പരിഭ്രാന്തിയിൽ നിന്നാണ്. അവർ നവകേരള സദസ്സിനെതിരെ എടുത്ത എല്ലാ നിലപാടുകളും വല്ലാതെ പരിഹാസ്യമായി പരാജയപ്പെട്ടു. ഒരു കുറ്റവിചാരണ സദസ്സ് സ്വാഭാവിക മരണത്തിലേക്ക് പോയി. ബഹിഷ്കരണം അവസാന ഘട്ടത്തിലായപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ, ഇന്നലെ പോലും അവരുടെ കൗൺസിലർ, DCC മെമ്പർമാർ എല്ലാവരും പങ്കെടുക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നലെ പോലും വന്നു. അപ്പോൾ സ്വന്തം അണികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ നോക്കൂ, ഈ പരിപാടിയിലൊന്നും മുസ്ലിം ലീഗിനെ നിങ്ങൾ കണ്ടോ? മുസ്ലിം ലീഗിൻ്റെ ഒരു ആളുകളും തിരുവനന്തപുരത്ത് സമരത്തിൽ കണ്ടോ? ഇനി വേണമെങ്കിൽ ഇവരൊന്ന് അപേക്ഷിക്കും, ഞങ്ങൾക്ക് അടി കൊണ്ടിട്ടും നിങ്ങൾ വന്നില്ലല്ലോ, നമ്മൾ UDF ഒരു കരുത്ത് വേണ്ടേ, അതിൻ്റെ കെട്ടുറപ്പ് വേണ്ടേ എന്ന് അപേക്ഷിച്ചാൽ ചിലപ്പോൾ ഇനി അവർ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ മുസ്ലിം ലീഗ് വന്നിട്ടില്ല, മുന്നണിയെപ്പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നവകേരള സദസ്സ് അവസാനിക്കുമ്പോൾ കാണുന്നത് പ്രതിപക്ഷം വല്ലാതെ ചുരുങ്ങിയിരിക്കുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് UDF ചരിത്രത്തിൽ ഏറ്റവും കുറച്ച സീറ്റും ചെറുങ്ങിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ്. ഞങ്ങളാണെങ്കിൽ വിജയത്തിൻ്റെ വക്കത്തെത്തിയ പരാജയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നത് കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും മേടിക്കൊണ്ടാണ്. ഇപ്പോഴായിരുന്നുവെങ്കിൽ ഞാൻ തോന്നുന്നു പ്രതിപക്ഷം ചിലപ്പോൾ 2 അക്കം പോലും തയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ജനങ്ങളിൽ നിന്ന് ഇതോടുകൂടി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളീയ സമൂഹം കുറേ കൂടി പക്വതയുള്ള, നാടിനെ സ്നേഹിക്കുന്ന, ഗൗരവമായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരു പ്രതിപക്ഷത്തെ അർഹിക്കുന്നുണ്ട്. അത് നിർവഹിക്കാൻ ഒരു ശരിയായ നേതൃത്വം പ്രതിപക്ഷത്തിന് ഉണ്ടാകണം എന്നും കേരളീയ സമൂഹം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. മിനിസ്റ്റർ, ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പക്ഷെ അതേസമയം തന്നെ മറുഭാഗത്തു നിന്നുള്ള ആറ്റിങ്ങലിൽ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ എന്ന് ഇപ്പോൾ ആരോപിക്കുന്നു. ഈ ആറ്റിങ്ങലിലെ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈലിന്റെ വീട് അടിച്ചു തകർത്ത ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ പെപ്പർ സ്പ്രേയും മുട്ടയ്ക്കകത്ത് മുളകുപൊടിയും ഒക്കെയായി ഒരു ഭാഗം പ്രതിഷേധത്തിന് പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ ഈ നവകേരള സദസ്സിന്റെ അവസാന ലാപ്പിലെങ്കിലും സമാധാനാന്തരീക്ഷം സ്ഥാപിക്കാൻ DYFIക്കും ബാധ്യതയില്ലേ? അല്ല, ഗവൺമെൻറ്റിന് നയിക്കുന്ന ആളതിന് മുഖ്യമന്ത്രി എല്ലാ പത്രസമ്മേളനങ്ങളും ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും, സംയമനം പാലിക്കണം. പക്ഷെ എന്താ UDF കോൺഗ്രസ് നേതൃത്വം പറയുന്നത്? എന്താ പ്രതിപക്ഷ നേതാവ് പറയുന്നത്? നിങ്ങൾ ആയുധങ്ങളുമായിട്ട് പോകണം, നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, നിങ്ങൾ കൂടുതൽ കലാപം ഉണ്ടാക്കണം. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരു നിലയിലേക്ക് അവരെത്തിയിരിക്കുന്നു. ഞങ്ങൾ പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു ഗൗരവമായി കാണുന്നില്ല. അവരെ തുറന്ന് കാണുന്നതിന് ജനങ്ങൾക്കൊരു അവസരം ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾ കാണുന്നില്ല. നവകേരള സദസ്സിൽ ഈ പ്രചാരവേല എല്ലാം നടത്തിയിട്ടു ഞാൻ കണ്ടുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടുത്തെ ആളുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് പങ്കെടുത്തത്. കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി വരുന്നു. ഇത് സമാപിക്കുന്നത് നവകേരളത്തിന് ഒരു പുതിയ കരുത്ത് നൽകും. അതിവേഗത്തിൽ തന്നെ നവകേരള നിർമ്മിതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളീയ സമൂഹം സർക്കാരിനൊപ്പമാണ് എന്ന ശക്തമായൊരു പ്രഖ്യാപനം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. താങ്ക് യു മിനിസ്റ്റർ. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഇന്ന് നേരത്തെ ആശംസിച്ചതുപോലെ സംഘർഷരഹിതമായ ഒരു നവകേരള സദസ്സ് ഇന്നും ആശംസിക്കുന്നു. താങ്ക് യു.